ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ സിക്സ്ത്തിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ്. ഓക്കെ, നൈംസ് ആൻഡ് നെയിംസ് അല്ലേ? നെയിംസ് ആൻഡ് നൈംസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അതിന് മുമ്പ് എൻ്റെ മുകളിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു സ്മോൾ ബോക്സ് കാണുന്നുണ്ട് അല്ലേ? അതിൽ എഴുതിയിട്ടുണ്ട്, when you move to another country, the flow of life changes. What could be the difference you might feel when you move to a new places? അല്ലേ, ഇതിലെന്താ പറഞ്ഞേക്കുന്നത്? വെൻ യു മൂവ് ടു അനദർ കൺട്രി, നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യുക, താമസം മാറുമ്പം അല്ലേ, നമ്മുടെ ലൈഫ് അവിടെ കുറേ ചേഞ്ചസ് വരും അല്ലേ? നമ്മളെ ലൈഫ് മുമ്പുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലല്ല, ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലായിട്ട് മാറും. വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈൻഡ് ഫീൽ വെൻ യു മൂവ് ടു ന്യൂ പ്ലേസ് അല്ലേ? എന്തൊക്കെയായിരിക്കും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ആവുക? ഒന്ന് തിങ്ക് ചെയ്തേ. നമ്മളെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ആവും, നമ്മളെ ഡ്രസ്സിങ് ചേഞ്ച് ആവും, നമ്മളെ ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്നത് ചേഞ്ച് ആവും, കൾച്ചർ ചേഞ്ച് ആവും അല്ലേ? അതുപോലത്തെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവും അല്ലേ? ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേ ഷീ യൂസ്ഡ് ടു ലീവ് ബിഫോർ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിലും ഒരു ഗേളിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? സ്റ്റോറി ഓഫ് എ ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. ഓള് മൂവ് ചെയ്തിട്ടുണ്ട്, മൂവ് വെച്ചാൽ താമസം മാറിയിട്ടുണ്ട് പുതിയ കൺട്രിയിലേക്ക്. അപ്പം ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലീവ്. ആ പ്ലേസും പറയുന്നത് അവൾ മുമ്പ് താമസിച്ചിരുന്ന പ്ലേസുമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം നൈംസ് ആൻഡ് നെയിംസിൻ്റെ മീനിങ് അറിയാമല്ലോ. നെയിം എന്താ, പേര് അല്ലേ? അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ first the paragraph. Kunni Chiruda stood at the gate gazing at the street. She loved to look at passing vehicle and pedestrians. It was the end of winter. The air was warming up, but there was still occasional cold wind. It had been a cold winter in New Jersey. It was only 5, but night had fallen. അപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുഞ്ഞു ചിറുത അല്ലേ? നമ്മൾ പ്രോട്ടഗണിസ്റ്റിനെ നമുക്ക് ഫസ്റ്റത്തെ ലൈനിൽ അല്ലേ, ഫസ്റ്റത്തെ വേർഡ് നമ്മളെ പ്രോട്ടഗണിസ്റ്റ് അല്ലേ? പ്രോട്ടഗണിസ്റ്റ് കഥയിലെ നായികൻ. അപ്പം കുഞ്ഞു ചിറുത അല്ലേ? അപ്പോൾ കുഞ്ഞു ചിറുത ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് സ്ട്രീറ്റ് നോക്കുന്നുണ്ട് അല്ലേ? അപ്പം സ്ട്രീറ്റ് അവൾ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഷീ ലവ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡിസ്ട്രിയൻസ് അല്ലേ? അവൾക്ക് വണ്ടി പോകുന്നതും പെഡിസ്ട്രിയൻ വെച്ചാൽ ആൾക്കാർ നടക്കുന്നതും ഒക്കെ ഓരോക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് വിൻ്റർ അല്ലേ? അത് വിൻ്റർ സീസണിലെ എൻഡായിരുന്നു. അപ്പം എയറൊക്കെ കുറച്ച് ചൂട്, വാം പറയുമ്പോൾ ചെറിയൊരു ചൂടായിട്ട് വരുന്നുണ്ടായിരുന്നു അല്ലേ? തണുപ്പ് കാലമൊക്കെ പോയിട്ട്. അപ്പം എന്നാലും ഒക്കേഷണൽ ആയിട്ടുള്ള കോൾഡ് വിൻഡ് വരാറുണ്ട്. ഒക്കേഷണൽ വെച്ചാൽ എപ്പെങ്കിലും ഒരിക്കൽ അല്ലേ? ഒക്കേഷണൽ ഡ്രസ്സ് എന്നൊക്കെ നമ്മൾ പറയാം, ഒക്കേഷണൽ വിയർ എന്നൊക്കെ. അപ്പം അതേപോലെ ചെറിയൊരു തണുപ്പ് വരാറുണ്ട്, തണുപ്പ് കാറ്റ്. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂജേഴ്സിയിൽ അവിടെ ഒരു കോൾഡ് വിൻ്ററാണ്, തണുത്ത വിൻ്റർ സീസൺ ആയിരുന്നു. ഇറ്റ് വാസ് ഓൺലി 5 o'clock ആയിട്ടുള്ളൂ, ബട്ട് നൈറ്റ് ഹാഡ് ഫാലൻ. 5 മണി ആയിട്ടുള്ളൂ, എന്നാലും രാത്രി ഇരുട്ട് വരാനൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? കുഞ്ഞു ചിറുത ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വെഹിക്കിൾസ് പോകുന്നത് അല്ലെ, വണ്ടികൾ പോകുന്നതും ആൾക്കാർ പോകുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. ബിക്കോസ് ഷീ ലവ്സ് ടു വാച്ച് ഇറ്റ് അല്ലേ? അതുമാത്രമല്ല അത് വിൻ്റർ ടൈമിൽ എൻഡായിരുന്നു. എന്നാലും ഒക്കേഷണലായിട്ട് കോൾഡ് വിൻഡൊക്കെ വരാറുണ്ടായിരുന്നു. ആൻഡ് ജേഴ്സിയിൽ നല്ല കോൾഡ് വിൻ്റർ ആയിരുന്നു. പിന്നെ 5 o'clock ആണെങ്കിലും ഇരുട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the varying length of day and night across season had puzzled Kunni Chiruda. When she arrived in July, the sun set only at 8:30. The day was more than 15 hours long. Now sun set a little before 5. The day lasted only a little less than 10 hours. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്? കുഞ്ഞുചിറുത പുതിയ പ്ലേസിലേക്ക് വന്നേക്കാണ് അല്ലേ, മൂവ് ചെയ്തേക്കാണ്. അപ്പം അവളെ പസിൽഡ് ആക്കിയത്, അവളെ ഷോക്ക് ചെയ്തത് എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആണ്. ഓക്കെ, ഓരോരോ സീസണിൽ ചേഞ്ച് ആവും ഡേ ആൻഡ് നൈറ്റ് ഒക്കെ. അതാണ് ഏറ്റവും
കുഞ്ഞിച്ചുരതാണ് പസിൽഡ് ആക്കിയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക, ഇപ്പം സൺ സെറ്റ് ആവുന്നത് ചില സമയത്ത് സണ്ണ് 6:15 ആകുമ്പോൾ സെറ്റാവും, ചില സമയത്ത് 6:30 ആകുമ്പോൾ സെറ്റാവും നമ്മളെ നാട്ടിലല്ലേ, ചില സമയത്ത് 6:45 ആകുമ്പോൾ സെറ്റാവും. അപ്പം ഓരോരോ ടൈമിൽ ഓരോരോ ഡിഫറെൻ്റ് ആണ് അല്ലേ, ഓരോരോ സീസണൊക്കെ അനുസരിച്ചിട്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിച്ചിരുത നിൽക്കുന്നത് ന്യൂ ജേഴ്സിയിലാണ്. അപ്പം അവിടെയും അങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത അവിടെ അറൈവ് ആയത് ജൂലൈയിലായിരുന്നു. ആ സമയത്ത് സൺ എപ്പോഴായിരുന്നു സെറ്റ് ചെയ്യുന്നത്, സൺ സെറ്റ് ചെയ്യുക വെച്ചാൽ അസ്തമിക്കുക അല്ലേ ഉണ്ടായിരുന്നത് 8:30 ഒക്കെ ആകുമ്പോഴായിരുന്നു. അപ്പം ഡേ വാസ് മോർ ദാൻ 15 hours. അപ്പോൾ 8:30 സൺ അസ്തമിക്കുമ്പം ഒരു ഡേ എന്ന് പറയുന്നത് 15 hours ലോങ് ആയിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ എപ്പോഴാണ്, നമ്മളെ നാട്ടിൽ 12 hours ആണ് അല്ലേ ഒരു ഡേ എന്ന് പറയുന്നത്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ എന്ന് വേണം പറയാം. അതിനുശേഷം രാത്രിയാണ്. ഓക്കെ, അപ്പം ഇവിടെ വെച്ചാൽ 15 hours ലോങ് ആണ്. അതായത് രാത്രി 8:30 ഈ സണ്ണ് സെറ്റാവുന്നത്, സണ്ണ് അസ്തമിക്കുന്നത്. അപ്പം ലോങ് ആയിരുന്നു. പക്ഷെ നൗ സൺ സെറ്റ് എ ലിറ്റിൽ ബിഫോർ 5 ആൻഡ് ലാസ്റ്റഡ് ഓൺലി എ ലിറ്റിൽ ലെസ് ദാൻ 10 hours. അപ്പോൾ ഇപ്പോൾ വെച്ചാൽ സണ്ണ് എപ്പോഴാണ് സെറ്റാവുന്നത്, ബിഫോർ 5, 5 മണിക്ക് മുമ്പേ സണ്ണ് അസ്തമിക്കും. അതുകൊണ്ട് തന്നെ ഡേ എന്ന് പറയുന്നത്, ഡേ ടൈം എന്ന് പറയുന്നത് അല്ലെ, രാവിലെ എന്ന് പറയുന്നത്, ഡേ ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറിനേക്കാളും കുറവാണ്. അതിൻ്റെ അടുത്ത പാരഗ്രാഫ്, Kunichiruda startled. That was Cat, her classmate. She lived just across the street. അപ്പം കുഞ്ഞിച്ചിരുതാൻ്റെ പേര് വിളിക്കുന്നുണ്ട് ഒരാൾ അല്ലേ, നേരെ ഇങ്ങനെ കുഞ്ഞിച്ചിരുത എന്നാണ് വിളിക്കുന്നത് അല്ലല്ലോ, കുൻഹേച്ചിരുത എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വിളി കേട്ടപ്പം നമ്മൾ കുഞ്ഞിച്ചിരുത സ്റ്റാറ്റൽഡ് ആയി അല്ലെ, ഇങ്ങനെ നെട്ടിപ്പോയി. അപ്പോൾ അവളത് നോക്കുമ്പോൾ ആരായിരുന്നു, ക്യാറ്റായിരുന്നു, അവളെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ക്യാറ്റ് എവിടെ താമസിക്കുന്നത്, കുഞ്ഞിച്ചിരുത താമസിക്കുന്നതിൻ്റെ ജസ്റ്റ് അക്രോസ് അല്ലേ, അപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെയായിരുന്നു നമ്മളെ ക്യാറ്റ് താമസിക്കുന്നത്. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ്, ഹോ നോട്ട് എഗെയിൻ, കുഞ്ഞിച്ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ ബ്രീത്ത്. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്. അപ്പോൾ കുഞ്ഞിച്ചിരുത പറയാണ്, പിന്നെയും അങ്ങനെ ഇങ്ങനെ ഓളോട് തന്നെ പറഞ്ഞു, നോട്ട് എഗെയിൻ, പിന്നെയും എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് കുഞ്ഞിച്ചിരുത ഇങ്ങനെ ഇമാജിൻ ചെയ്യാണ്, മനസ്സിൽ തന്നെ പറയാണ്, എന്നാണാവോ ഇവളെൻ്റെ പേര് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുക എന്ന രീതിയിൽ. ഓക്കെ, this was her 6th month at school. Back in Kerala, she had only learned some English rhyme at play school, but she had picked up English with amazing speed. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, കുഞ്ഞിച്ചിരുത സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് 6 months ആയിട്ടുള്ളൂ. ബാക്ക് ഇൻ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ കുഞ്ഞിച്ചിരുതക്ക് കുറച്ചു ഇംഗ്ലീഷ് റൈംസ് സ്കൂളിൽ പഠിച്ച അത് മാത്രമായിരുന്നു ഇംഗ്ലീഷ് അറിയുന്നുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് റൈംസൊക്കെ നമ്മളെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മളെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ്, ജോണി ജോണി, എസ് പപ്പ, അതുപോലത്തെ പിന്നെ ABCD അതുപോലത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞിച്ചിരുതാക്ക് അറിയുള്ളായിരുന്നു കേരളത്തിലുണ്ടാകുമ്പോൾ. പക്ഷേ അവിടെ പോയപ്പം ഇംഗ്ലീഷ് ഷീ പിക്ക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് അമേസിങ് സ്പീഡ്, നല്ല സ്പീഡോടെ തന്നെ ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ, ഹർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അപ്പം കുഞ്ഞിച്ചിരുതാൻ്റെ ക്ലാസ്മേറ്റ്സും ടീച്ചറും നല്ല കൈൻഡ് ആയിട്ടുള്ള നല്ല ആൾക്കാരായിരുന്നു. അതുമാത്രമല്ല കുഞ്ഞിച്ചിരുതാനെ കുറേ സഹായിച്ചിട്ടുണ്ട്, ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദ സ്കൂൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിച്ചിരുതാക്ക് സ്ട്രേഞ്ചറായിട്ട് അല്ലേ, സ്ട്രേഞ്ചർ വെച്ചാൽ നമുക്ക് അറിയാത്ത ആൾക്കാരെയാണ് നമ്മൾ സ്ട്രേഞ്ചർ അല്ലേ. അപ്പം ഒറ്റപ്പെടലോ അങ്ങനത്തെ അറിയാത്ത പോലെയോ ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുകയോ അങ്ങനത്തെ ഒന്നും ഫീൽ ആയിട്ടില്ല നമ്മൾ കുഞ്ഞിച്ചിരുതാക്ക്. മിസ് ഹോപ്പിങ്സ് ഹൂ തോട്ട് മാത്തമാറ്റിക്സ് വെൻറ്റ് ഔട്ട് ഓഫ് ദ വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ അല്ലേ. മിസ് ഹോപ്പിങ്സ് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുഞ്ഞിച്ചിരുതാക്ക്. അത് ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്, മാത്തമാറ്റിക്സ് അല്ലേ, മാത്സ്. അപ്പം ആ മാം എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിച്ചിരുതാനെ ആ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, കുഞ്ഞിച്ചിരുതാനെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ആ സ്ഥലത്ത് നല്ല കംഫർട്ടബിൾ ആവാൻ, നല്ല ആ സ്ഥലമായിട്ട് ന്യൂ സ്കൂളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം. അപ്പോൾ കുഞ്ഞിച്ചിരുതാക്ക് ആകെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയായിരുന്നു ഒരു ക്ലാസ്മേറ്റ്സ് കുഞ്ഞിച്ചിരുതാൻ്റെ നെയിം റോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ,
അതായത് ഇപ്പോൾ നമ്മൾ കേത്ത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്ത് നമ്മൾ കേട്ടല്ലോ, അതുപോലെ എല്ലാ സ്റ്റുഡൻസും അങ്ങനെ വേറെ വേറെ രീതിയിലായിരിക്കും പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര നമ്മൾ കുഞ്ഞിച്ചിത്താനെ അപ്സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിച്ചിത്താക്ക്. ഓക്കെ, സങ്കടം വന്നിട്ടുണ്ട് കുഞ്ഞിച്ചിത്താക്ക് അങ്ങനെ ആകുമ്പോൾ. ഈവൻ മിസ് ഹോപ്പിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊണൗൺസ് അല്ലേ. അതായത് മിസ് ഹോപ്പിൻസ് ആരാ? മാത്സ് ടീച്ചർ. മാത്സ് ടീച്ചറിന് വരെ കുഞ്ഞിശ്രുതാൻ്റെ നെയിം പ്രൊണൗൺസ് ചെയ്യാൻ ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഷീ ഡിഡ് ട്രൈ തോ. എന്താ, പക്ഷെ മാത്സ് ടീച്ചർ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാണ്ട് തന്നെ കറക്റ്റായിട്ട് ട്രൈ ചെയ്യാണ്ട് തന്നെ തോന്നിയ പോലെ വിളിച്ചതൊന്നുമല്ല, ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഷീ മാനേജ് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് റൈറ്റ് ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് ടങ് ട്വിസ്റ്റർ. അപ്പോൾ എന്ത് ചെയ്തു, ലാസ്റ്റത്തെ പാട്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാം മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഫസ്റ്റത്തെ പാട്ടും പറയുന്നത് ടങ് ട്വിസ്റ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടങ് ട്വിസ്റ്റർ വെച്ചാൽ നമ്മൾ വായിൽ കൊള്ളാത്ത, നമ്മളിപ്പം ടങ് ട്വിസ്റ്റർ ഗെയിമൊക്കെ നമ്മൾ കളിക്കുമല്ലോ, ലൈക്ക് റെഡ് ബൾബ് ബ്ലൂ ബൾബ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ അഞ്ചോട്ട് പറയാനൊക്കെ പറയുന്ന ആ ഗെയിമൊക്കെ അറിയൂലേ. അപ്പം അങ്ങനെ കണ്ടിന്യൂ കൊണ്ട് പറയുമ്പോൾ അതിനെ നാവിന് കൊള്ളാത്ത വേർഡാണ് നമ്മൾ പറയും. അപ്പോൾ അതിനെയാണ് നമ്മൾ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹായ് കേറ്റ്, കുഞ്ഞിശ്രുത വേവ്ഡ് ബാക്ക്. കാറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആണ്ട്. അപ്പോൾ എന്താ, തിരിച്ചിട്ട് കുഞ്ഞിശ്രുത പറയാണ് ഹായ് കാറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, വേവ്ഡ് ചെയ്തു അല്ലേ, കൈ ഇങ്ങനെ താറ്റ കാണിച്ചു. എന്നിട്ട് പറയാണ് കേറ്റ് ആക്ച്വലി ആൻറ്റിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോവാണ്. ഓക്കെ, ദർ വെർ 24 സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് 1. കുഞ്ഞിശ്രുത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അപ്പോൾ എന്താ, കുഞ്ഞിശ്രുതാൻ്റെ ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്. ഓക്കെ, അവർ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഗ്രേഡ് 1 അല്ലേ, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം കുഞ്ഞിശ്രുത മാത്രമല്ല നോൺ അമേരിക്കൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഉള്ള. ഓക്കെ, നോൺ അമേരിക്കൻ എന്ന് വെച്ചാൽ എന്താ, അമേരിക്കയിലെ കുട്ടിയല്ലാത്ത. നോൺ ഇന്ത്യൻ എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യയിലെ കുട്ടിയല്ല, പുറത്തത്തെ എവിടുത്തെ കുട്ടി. അതുപോലെ തന്നെ നോൺ അമേരിക്കൻ എന്ന് പറഞ്ഞാലും. ഓക്കെ, ഇൻഫാക്ട് നിയർലി ഹാഫ് ദ സ്റ്റുഡൻസ് ബിലോങ് ടു ഇമിഗ്രൻറ്റ് ഫാമിലി. എന്താ, ആ 24 ഹാഫ് അല്ലേ, പകുതി ആൾക്കാരും ഇമിഗ്രൻറ്റ് ഫാമിലിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇമിഗ്രൻ്റ് വെച്ചാൽ വേറെ നാട്ടിലത്തെ ആൾക്കാർ വേറെ നാട്ടിൽ പോയി താമസിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ, കൂടുതൽ 24 പകുതി ആൾക്കാരും വേറെ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. ദർ വെർ സ്റ്റുഡൻസ് ഫ്രം കാനഡ, മെക്സിക്കോ, ഇറ്റാലി, UAE, ഈജിപ്ത്, ചൈന. കുഞ്ഞിശ്രുത വാസ് ദ ഓൺലി ഇന്ത്യൻ. അപ്പോൾ ഇതിൽ പറയാണ് എന്താ, സ്റ്റുഡൻസ് കാനഡയിലെ സ്റ്റുഡൻസ് ഉണ്ട്, മെക്സിക്കോയിലെ സ്റ്റുഡൻസ് ഉണ്ട്, ഇറ്റാലിയിലെ സ്റ്റുഡൻസ് ഉണ്ട്, ഈജിപ്തിലെ സ്റ്റുഡൻസ് ഉണ്ട്, ചൈനയിലെ സ്റ്റുഡൻസ് ഉണ്ട്. ബട്ട് കുഞ്ഞിശ്രുത മാത്രമാണ് കേട്ടോ ഇന്ത്യൻ ആയിട്ടുള്ളത് അവിടെ. കുഞ്ഞിശ്രുത ഹാഡ് come across many Indian on street. She had pleasant surprise when she met പ്രകാശ്. അപ്പോൾ കുഞ്ഞിശ്രുത എന്താ, ഇവൻതോ സ്കൂളിലൊന്നും ആരും ഇല്ലായിരുന്നെങ്കിലും എന്താ വഴിയിലോരം ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇന്ത്യൻസിനെ കുറേ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഷീ ഹാഡ് എ പ്ലസൻറ്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ് അല്ലേ. പ്ലസൻ്റ് വെച്ചാൽ എന്താ, നല്ല അല്ലേ, പ്ലസൻ്റ് വെച്ചാൽ നല്ല സന്തോഷമായിട്ടുള്ള ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് പ്രകാശിനെ മീറ്റ് ചെയ്തപ്പോഴാണ്. പ്രകാശ് റൺ എ കോൺഫിഷറി നിയർ ഹെർ സ്കൂൾ അല്ലേ. കോൺഫിഷറി വെച്ചാൽ എന്താ, നമ്മളെ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റൊക്കെ പോലത്തെ ഒരു ചെറിയ കട. ഓക്കെ, മാർജിൻ ഫ്രീ എന്നൊക്കെ പറയൂലേ നമ്മൾ, അതുപോലത്തെ. അപ്പം എന്താ, നമ്മളെ പ്രകാശ് അതുപോലത്തെ ഒരു കട സ്കൂളിൻ്റെ അടുത്ത് റൺ ചെയ്യുന്നുണ്ടായിരുന്നു, അത് വെച്ചാൽ നടത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, കുഞ്ഞിശ്രുത തോട്ട് ഹി ലുക്ക് റിമാർക്കലി ലൈക്ക് ഹെർ അങ്കിൾ ഹരീഷ്. അപ്പോൾ കുഞ്ഞിശ്രുത ഈ പ്രകാശിനെ കണ്ടപ്പം അവളെ അങ്കിളിനെ പോലെ തന്നെയാണ് ഇയാൾ കാണാനെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ഓക്കെ, അങ്കിളിൻ്റെ പേരെന്താ, ഹരീഷ്. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. പക്ഷെ പ്രകാശ് എന്താ, ഇച്ചിരി ഓൾഡാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഹാസ് ഓൾഡ് ആസ് മുത്തശ്ശൻ. അതായത് എത്ര ഓൾഡായിരിക്കും ഒരു മുത്തശ്ശൻ, ഒരു ഗ്രാൻഡ് പാൻ്റെ എത്ര ഓൾഡാണ്. ഓക്കെ, ഹി ഹാഡ് ഗാസഡ് curiously at her the first time she bought some candy from the store അല്ലേ. അപ്പം ഇവൻ ഈ മുത്തശ്ശനെ പോലെയുള്ള പ്രകാശ് ഉണ്ടല്ലോ, കുഞ്ഞിശ്രുതാനെ ഫസ്റ്റ് കണ്ടപ്പം ഇങ്ങനെ അതിശയിച്ചിട്ട് ഇങ്ങനെ നോക്കി കേട്ടോ. ഫസ്റ്റ് എന്തായിരുന്നു കുഞ്ഞിശ്രുത അവിടെ പോയി വാങ്ങിച്ചത്, ഒരു ക്യാൻഡി ആയിരുന്നു. ഓക്കെ, all her classmates called him Mr. Prakash. കുഞ്ഞിശ്രുത thought it rude. ഓക്കെ, അപ്പം എല്ലാവരും എന്താ, ക്ലാസ്മേറ്റ്സ് എല്ലാവരും പ്രകാശിനെ മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞിശ്രുത വിചാരിച്ചു അത് കുറച്ച് റൂഡാണ് അല്ലേ. റൂഡ് വെച്ചാൽ എന്താ, റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാ എന്തൊക്കെയോ ഇങ്ങനെ തർത്തലൊക്കെ പറയില്ലേ, അതൊക്കെ റൂഡാണ്. ഓക്കെ, അപ്പം
അത് റൂഡാണെന്ന് നമ്മളെ കുഞ്ഞിശ്രുത വിചാരിച്ചു. ബാക്ക് ഇൻ കേരള ഷി വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ അല്ലേ. അപ്പം കേരളത്തിലായിരുന്നെങ്കിൽ എന്ത് വിളിക്കായിരുന്നു കുഞ്ഞിശ്രുത? പ്രകാശ് അങ്കിൾ എന്ന് വിളിക്കായിരുന്നു അല്ലേ. മുത്തശ്ശൻ്റെ അത്ര ഓൾഡ് ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ നാട്ടിലേക്ക് ഇപ്പോൾ കട ഇട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അവരൊക്കെ നമ്മൾ കണ്ടാൽ എന്താ മിസ്റ്റർ ഹരി, മിസ്റ്റർ കേശവ് അങ്ങനെ ഒന്നല്ലല്ലോ നമ്മൾ പറയാ. എന്താ കേശവങ്കൾ അല്ലേ, പ്രകാശങ്കൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. അപ്പം അതുപോലെ കേരളത്തിലായിരുന്നെങ്കിൽ പ്രകാശങ്കൾ എന്ന് വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് ടൈം ഷി വെൻറ്റ് ടു ദ സ്റ്റോർ പ്രകാശങ്കൾ പാറ്റഡ് ഹെയർ അഫിഷ്യൻലി ഓൺ ഹെർ ഹെഡ്. അപ്പം അടുത്ത തവണ പിന്നെയും സ്റ്റോറിൽ പോയപ്പം പ്രകാശ് എന്ത് ചെയ്തു? അഫിഷ്യൻലി അല്ലെ, സ്നേഹത്തോടെ അവളെ തല ഇങ്ങനെ തടവി കൊടുത്തു കേട്ടോ. എന്നിട്ട് ചോദിച്ചു, വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ എന്ന് ചോദിച്ചു. എന്താണ് ഇവിടുത്തെ ആൾക്കാർ നിന്നെ വിളിക്കുന്നത് എന്താ എല്ലാവരും ചോദിച്ചു, നിന്റെ പേരെന്താ എന്ന് ചോദിച്ചതാണ്. ഓക്കെ, അപ്പം നമ്മൾ കുഞ്ഞിച്ചിരുത പറഞ്ഞു, എന്താ കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്. കുഞ്ഞിച്ചിരുത എന്താ കണ്ണിങ്ങനെ ഇതാക്കി നോക്കി, കുഞ്ഞിച്ചിരുതാന്നോ? അപ്പോൾ കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. പ്രകാശ് അങ്കിൾ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂ ജേഴ്സി. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീമഡ് അറ്റ് ഹിം. ലൈക്ക് അത് കേട്ടപ്പം നമ്മൾ കുഞ്ഞിച്ചിരുതാക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് എന്താ, അവിടുത്തെ ന്യൂ ജേഴ്സിന്ന് അവളെ പേര് ഫസ്റ്റായിട്ട് കറക്റ്റായിട്ട് പറഞ്ഞത് അല്ലെ, പ്രൊനൗൺസ് ചെയ്തത് നമ്മളെ പ്രകാശ് അങ്കിളാണ്. ഓക്കെ, അതുകൊണ്ട് അവൾ തല ആട്ടിയിട്ട് ചിരിച്ചു. ഓക്കെ, പ്രകാശ് അങ്കിൾ സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. എന്താ ഇത് മലയാളി എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തു? ഒബ്വിയസ്ലി അവർ മലയാളത്തിൽ സംസാരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു പുറത്ത് പോയി ഒരു നാട്ടിൽ കണ്ടു, അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തു ഒരു മലയാളീനെ. എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കില്ലല്ലോ, ഓരോട് മലയാളത്തിലല്ലേ ഇനി സംസാരിക്കുക. അതുപോലെ നമ്മുടെ പ്രകാശ് അങ്കിളും സ്വിച്ച്ഡ് ഓവർ ടു മലയാളം അല്ലേ, മലയാളത്തിൽ സംസാരിച്ചു. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിം ലൈക്ക് കുഞ്ഞിച്ചിരുത? ഹി വണ്ടർഡ് അലൗഡ്. എന്താ എന്നിട്ട് ചോദിച്ചു കുഞ്ഞിച്ചിരുതാനോട്, ഇപ്പോഴത്തെ ആൾക്കാരും കുഞ്ഞിച്ചിരുത എന്ന പേരൊക്കെ ഇടാറുണ്ടോ അല്ലേ? എന്താ നമ്മളിപ്പോൾ കുഞ്ഞിച്ചിരുത എന്ന പേരൊന്നും നമ്മളിപ്പോൾ കാണൂല്ലല്ലോ. നമ്മളിപ്പോൾ എന്താ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള പേരല്ലേ കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളെ ഫാമിലി ഒരു ന്യൂ ബേൺ ആയിട്ടുള്ള ഒരു ബേബി വരാണ്. ഓക്കെ, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ആരെങ്കിലും, എന്നാലും നമ്മൾ പഴയ പേരൊന്നും ഇടൂലല്ലോ, അമ്മുക്കുട്ടി എന്നൊന്നും ഇടൂലല്ലോ. നമ്മൾ കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടുള്ള പേരല്ലേ ഇടാം. അപ്പം അതുപോലെ പ്രകാശ് വാസ് നോട്ട് ദ ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം അല്ലേ. പക്ഷേ ഇവിടെ കുഞ്ഞിച്ചിരുത പറയുന്നുണ്ട്, എന്താ പ്രകാശ് ആയിരുന്നില്ല ഫസ്റ്റ് പേഴ്സൺ കുഞ്ഞിച്ചിരുത എന്ന നെയിം കേട്ടപ്പോൾ ഇങ്ങനെ അതിശയപ്പെട്ടത്. ഷീ ഹാഡ് ഫേസ്ഡ് ദ ക്വസ്റ്റ്യൻ സിവറൽ ടൈം ആഫ്റ്റർ ഷീ ബിക്കം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്താ ഈ സെയിം പ്രശ്നം, ഈ സെയിം ക്വസ്റ്റ്യൻ അല്ലേ, കുറേ ആൾക്കാർ കുഞ്ഞിച്ചിത്താനോട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ന് തൊട്ട് കുഞ്ഞിച്ചിത്താക്ക് സംസാരിക്കാൻ പറ്റാവുന്ന ഡേ തൊട്ട് കുഞ്ഞിച്ചിത്താൻ ആൾക്കാർ ഇത് ചോദിക്കാറുണ്ട്, നിൻ്റെ പേര് കുഞ്ഞിച്ചിത്താന്നോ എന്ന രീതിയിൽ. ഓക്കെ, അഫ്കോഴ്സ് ഷീ നോ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. കുഞ്ഞിച്ചിത്താക്ക് അറിയാം എങ്ങനെയാണ് കുഞ്ഞിച്ചിത്താക്ക് നെയിം കിട്ടിയത് എന്ന്. നിങ്ങൾക്കറിയോ നിങ്ങളെ നെയിം എങ്ങനെയാണ് കിട്ടിയതെന്ന്? പാരൻസിനോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പേരിട്ടെ അങ്ങനെയൊക്കെ? അപ്പം പക്ഷെ കുഞ്ഞിച്ചിരുതാക്ക് അറിയാം കേട്ടോ. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കം എ സ്കൂൾ ടീച്ചർ അറ്റ് ദ ഏജ് ഓഫ് 18. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫെയ്ഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അപ്പം എന്താ ഓളെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ എന്താ, നമ്മളെ മുത്തശ്ശി ഗ്രാൻഡ്മ അല്ലേ, നമ്മൾ മുത്തശ്ശിനാണ് നമ്മൾ ഗ്രാൻഡ് മദർ എന്ന് പറയുക. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് വെച്ചാൽ മുത്തശ്ശീൻ്റെ അമ്മേനാണ്. ഓക്കെ, അപ്പം എന്താ മുത്തശ്ശിൻ്റെ അമ്മേനെ കുറിച്ചിട്ട് പറയാണ്. അത് സ്കൂൾ ടീച്ചറായിരുന്നു. എത്രാം വയസ്സിലാണ് സ്കൂൾ ടീച്ചറായ? 18, ഏജ് ഓഫ് 18 അല്ലെ, 18-ാം വയസ്സിലായതാണ്. ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. എന്താ കുഞ്ഞിച്ചിരുതാക്ക് നേരിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ. ഒരു ഫേഡിങ് ഫോട്ടോഗ്രാഫ് അല്ലേ, ഒരു മഞ്ഞ ഓൾഡായിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടായിരുന്നു ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കണ്ടിട്ടുള്ളത് കുഞ്ഞിച്ചിരുത later learned from Amma that Prakash belonged to village not far from her own town. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിച്ചിരുത എന്തായിരുന്നു അമ്മ പറഞ്ഞു, എന്താ പ്രകാശ് അങ്കിൾ എന്ന് പറയുന്നത് നമ്മളെ വില്ലേജിൽ നിന്ന് അത്ര ദൂരമൊന്നുമില്ല, അടുത്തുള്ള ടൗണിൽ തന്നെയാണ് താമസിക്കുന്ന ഒരു വീടിന്. ഓക്കെ, എന്ന രീതിയിൽ പറഞ്ഞു. ഈ ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി. എന്താ അമേരിക്കയിൽ വന്നിട്ട് ഹാഫ് എ സെഞ്ചുറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. സെഞ്ചുറി എന്ന് പറയുമ്പം 100 വർഷങ്ങൾ. ഓക്കെ, ഒരു 100 വർഷങ്ങൾ ഒന്നിച്ചാകുമ്പോഴാണ് അത് ഒരു സെഞ്ചുറി ആവുന്നത്. അപ്പോൾ ഹാഫ് സെഞ്ചുറി വെച്ചാൽ ഒരു 50 വർഷങ്ങളായിട്ടുണ്ടാവും. ഓക്കെ,
A few days before spring break, a girl named Antoinette took admission in Kunichirada's class. Okay, പിന്നെ നമുക്കിവിടെ സമ്മർ ബ്രേക്ക് അല്ലേ, സമ്മർ ബ്രേക്ക് ഉണ്ട് ഏപ്രിലും മെയിലും, അതുപോലെ തന്നെ അവർക്ക് സ്പ്രിംഗ് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻ്റണേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി കുഞ്ഞുചെറുതാൻ്റെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഷീ വാസ് ഫ്രം എ സിറ്റി കോൾഡ് മെർസിലേസ് ഇൻ ഫ്രാൻസ്. എന്താ, കുട്ടി ഫ്രാൻസിലെ മെർസിലേസ് എന്ന സ്ഥലത്തിലെ താമസിച്ചിട്ടുണ്ടായ കുട്ടിയായിരുന്നു. നമ്മൾ കുഞ്ഞുചെറുത എവിടെയായിരുന്നു? ഇന്ത്യയിലെ കേരളത്തിലാണ് അല്ലേ. Her mother was working in multinational company. She was given a new project in New Jersey, so the family had relocated. അപ്പം എന്താ, നമ്മളെ ആൻ്റണേറ്റിൻ്റെ മദറിന് മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കമ്പനിയാണ്. ഓക്കെ, അപ്പം അവിടുന്ന് ഒരു പുതിയൊരു പ്രൊജക്റ്റ്, ഒരു വർക്ക് കൊടുക്കുന്നുണ്ട് ന്യൂജേഴ്സിയിലേക്കുള്ള. അപ്പം അങ്ങനെ ഒരു ഫാമിലി ന്യൂജേഴ്സിയിലേക്ക് താമസം മാറി വന്നതാണ്. ഓക്കെ, Antoinette and Kunichirada soon become friends. Kunichirada was amused to find that her classmates and teacher had trouble pronouncing on Antoinette's name too. എന്താ, അപ്പം എന്ത് ചെയ്തു, കുഞ്ഞിച്ചിറുതാവും നമ്മളെ ആൻ്റണേറ്റും ഫ്രണ്ട്സായി. അതുമാത്രമല്ല കുഞ്ഞിച്ചിറുത സർപ്രൈസ്ഡായി. എന്താ പറഞ്ഞപ്പം അവരെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും നമ്മളെ ആൻ്റണേറ്റിൻ്റെ നെയിമും പ്രൊണൗൺസ് ചെയ്യുന്നതിൽ ട്രബിൾ ഉണ്ടായതുകൊണ്ട്. ഓക്കെ, അവർക്കും ആൻ്റണേറ്റിൻ്റെ നെയിം നേരെ പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. Most of them pronounce it as Antoinette, but Kunichirada learned from Antoinette that name ought to be pronounced Antoinette. ഓക്കെ, അപ്പോൾ എന്താ, എല്ലാവരും പ്രൊണൗൺസ് ചെയ്തത് ആൻ്റോനേറ്റ് എന്നായിരുന്നു. നമ്മളും ഇപ്പോൾ മാമും അല്ലേ, ഞാനും പ്രൊണൗൺസ് ചെയ്തത് ആൻ്റോനേറ്റ് എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യേണ്ടത്? അല്ല, ഓൺടോനേറ്റ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത് ഇതിൽ പറയുന്നുണ്ട് അല്ലേ. കുഞ്ഞുചിറുത ട്രൈ ടു സേ ഇറ്റ് ദാറ്റ് വേ. അതുകൊണ്ട് തന്നെ കുഞ്ഞുചിറുത്ത എന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള വേയിൽ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അതുകൊണ്ട് അങ്ങനെ കറക്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്തപ്പം കുറച്ചും കൂടി ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കറക്റ്റായി പറയാൻ ശ്രമിച്ചത് കൊണ്ട് ബാക്കിയൊക്കെ പിന്നെ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നു. ഓക്കെ, ഷീ വാസ് ഈക്വലി സർപ്രൈസ് ടു ഫൈൻഡ് ഓൺടോനേറ്റ് പ്രൊണൗൺസ് ഹെർ നെയിം ഫെയർലി വെൽ. അതുമാത്രമല്ല കുഞ്ഞിശ്രതാക്ക് സർപ്രൈസ്ഡ് ആയി. എന്താ, ഓൺടോനേറ്റ് കുഞ്ഞിശ്രതാൻ്റെ നെയിമും കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തപ്പം അല്ലെ, പറഞ്ഞപ്പം. എസ്പെഷ്യലി NH ഓൺടോനേറ്റ് അല്ല, എസ്പെഷ്യലി NH കുഞ്ഞി അല്ലെ, കുഞ്ഞി NH ഉണ്ട് അവിടെ. അപ്പോൾ NH ആണ് ആൾക്കാർക്ക് കുഞ്ഞിൻ്റെ NH ആണ് പ്രൊണൗൺസ് ചെയ്തിട്ട് ഹാർഡായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഓൺടോനേറ്റ് അത് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൺടോനേറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിറുദാസ് അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ അല്ലേ. ഓൺടോനേറ്റ് കുഞ്ഞിച്ചിറുദാൻ്റെ വീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിച്ചിറുദ ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെൻറ്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓൺടോനേറ്റ് നെയിം കറക്റ്റ്, സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ് അല്ലേ. അപ്പോൾ കുഞ്ഞിച്ചിറുദ ഓൺടോനേറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം. അപ്പോൾ എന്തായിരുന്നു കുഞ്ഞിച്ചിറുദക്ക് അമ്യൂസ്ഡായി, സർപ്രൈസ്ഡായി. എന്തറിഞ്ഞപ്പം കുഞ്ഞിച്ചിറുദാൻ്റെ അമ്മയ്ക്കും ഓൺടോനേറ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം. അതുകൊണ്ട് കുഞ്ഞിച്ചിറുദ അമ്മയുടെ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചറായി അല്ലേ. ആ സമയത്ത് ഒരു ലാംഗ്വേജിൻ്റെ ഒരു ടീച്ചറായിട്ട് മാറി, ഭാഷയെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിട്ട് മാറി ആ മൊമെൻറ്റിൽ, ഓൺടോനേറ്റിൻ്റെ നെയിം കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ചാപ്റ്റർ ഇതേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഓക്കെ, ബായ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബായ്.